വെൽക്കം ടു ലൈക്ക് ബഗൈനില്ല. ഞാനും ഡോർഫിനും കൂടെ ഇന്നൊന്ന് ട്രിവാൻഡ്രം പോവാണ്, അല്ല കൊല്ലം പോവാണ്. ട്രിവാൻഡ്രം ഇന്റർസിറ്റി ഉണ്ടല്ലോ, അതാണ് ട്രിവാൻഡ്രം എന്ന് നില കിടക്കണേ. കൊല്ലം പോവാണ്. അപ്പം നമ്മൾ ഇന്റർസിറ്റിക്കാണ് പോകുന്നത്. സാധാരണ തുറവൂരിന്നാണ് പോകണേ കേട്ടോ. അപ്പോൾ ഉള്ള കാര്യം വെച്ചാൽ തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ആലപ്പുഴ വഴി വരുന്ന ട്രെയിൻ എടുത്ത് വരുമ്പോൾ എത്താൻ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് എറണാകുളം സൗത്തിൽ നിന്നാണ് പോകുന്നത്. 5:15 ട്രെയിൻ. 5:15 നോർത്തിലാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഇവിടെ വൈകിട്ട് സന്ധ്യയാകുമ്പോൾ എത്താൻ പറ്റും. അങ്ങനെ ട്രെയിൻ കിട്ടും, ധാരാളം ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. ഇപ്പോൾ 5 മണി കഴിഞ്ഞു, 5:05 ചെന്നിട്ട് വേണം നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ നിങ്ങൾ കണ്ടതാണല്ലോ. പക്ഷേ നമുക്ക് അവിടെ സൈഡിൽ ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഡോർഫിൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ താമസം ഇല്ലാണ്ട് ടിക്കറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മളുടെ ട്രെയിനുള്ളത് വരുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ തുറവൂരിൽ നിന്ന് കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ് അവിടെ ട്രെയിൻ എത്തുള്ളൂ, തുറവൂർ എത്തുള്ളൂ. മാത്രമല്ല തുറവൂർ എത്തുമ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. സൗത്ത് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിൽ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. അത് എനിക്കിങ്ങനെ വിൻഡോൻ്റെ അടുത്തിരിക്കാനാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ വിൻഡോ സീറ്റൊക്കെ തന്നെ കിട്ടി. അങ്ങനെ സുഖമായിരുന്നു യാത്ര, അങ്ങോട്ടുള്ള യാത്ര സുഖമായിരുന്നു കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ ട്രിവാൻഡ്രം കൊല്ലം പോകുമ്പോഴേക്കും എറണാകുളത്ത് നിന്ന് കയറുന്നതാണ്. ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല വട കിട്ടും കേട്ടോ, ഉഴുന്ന് വട. എല്ലാ പ്രാവശ്യവും ഞങ്ങളങ്ങനെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇത്തവണ സാധാരണ കയറി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വരാറുണ്ട് ഇത്. ഇത്തവണ പക്ഷേ കുറേ ലേറ്റായിട്ടാണ് വന്നത്. എന്നാലും ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ 8:30 ആയപ്പോഴേക്കും നമ്മൾ കൊല്ലത്തെത്തി. 8:30 ആയപ്പോഴേക്കും കൊല്ലത്തെത്തി. ഈ ട്രെയിൻ 9:30 ആകുമ്പോൾ തിരുവനന്തപുരം എത്തുന്നതാണല്ലോ. അപ്പം ഇവിടെ ഞങ്ങളെ ഇൻട്രോ ഫർണിച്ചറിൻ്റെ ഷാൻ വന്നിട്ട്, അതിൻ്റെ ഓണറാണ് ഷാൻ. അപ്പം അദ്ദേഹം വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ. അതിന് മുന്നേ സാധാരണ നമ്മുടെ സ്റ്റേഷനിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പോൾ ഇത്തവണ ഡോപ്പിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലുള്ള റെയിൽ വ്യൂ എന്നാണ് തോന്നുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ, നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഡോപ്പി പതിവ് പോലെ തന്നെ ഗീ റോസ്റ്റാണ് കഴിച്ചത്, ഞാൻ ഇഡലിയും. അതാണ് നമ്മളുടെ പതിവ്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പം അവിടെ വന്നിട്ട് ആ മുന്നിൽ തന്നെ നമുക്ക് സ്റ്റേഷൻ കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്നു, വണ്ടി വരണമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ചധികം നേരം അവിടെ ഇരുന്നു. പക്ഷേ ഇങ്ങനെ കാഴ്ചയും കണ്ടിരുന്നതുകൊണ്ട് അങ്ങനെ സമയം പോയെന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പം സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ കയറാവുന്നതാണ്. നല്ലൊരു, ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വാഷ്റൂമും നല്ല ഫുഡും റീസണബിൾ റേറ്റും ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ ഷാൻ വന്നു, നമ്മളെ പിക്ക് ചെയ്തു. നമ്മൾ ആ വണ്ടിക്കാണ് ഇൻട്രോയിലേക്ക് പോകുന്നത്. അത് നമ്മൾ മിക്കവാറും തന്നെ ഇൻട്രോൻ്റെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ 6 തവണയായിട്ടോ നമ്മൾ അവിടുത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒന്ന് പിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് സുഖമാണ്, നമുക്ക് പോയി വീഡിയോ എടുത്ത് വരാനായിട്ട് സുഖമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തൊട്ട് മുന്നിൽ ട്രെൻഡ്സാണ്. അവിടെ ക്ലിയറൻസ് സെയിലാണ്. നമ്മുടെ എന്താ പറയുക, അവർ ആ കട ഒഴിവാക്കുവാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 799 രൂപയുടെ ഡ്രസ്സൊക്കെ 200 രൂപയ്ക്ക് കിട്ടും. 70% ആണ് അവരെല്ലാത്തിനും ഓഫ് ഇട്ടേക്കുന്നത് കേട്ടോ. കണ്ണനല്ലൂരാണ്. ആരെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പൊക്കോ. ഈ ദിവസങ്ങളിൽ നല്ല ഓഫർ അവിടെ ഉണ്ട്. നമ്മളുടെ ഈ പറഞ്ഞ ഇൻട്രോൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ആ ഒരു ഷോപ്പാണിത്, ഹരിയണ്ണൻ കേട്ടോ. നമ്മുടെ ഷാൻജിയുടെ വലങ്കയാണ്. അപ്പം വീഡിയോ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിന് നമ്മൾ ഇത്തവണ വീട്ടിലേക്കാണ് പോയത്. അവരുടെ വീട്ടിലാണ് ഫുഡ് കഴിച്ചത്. ചെന്നപ്പോൾ തന്നെ നല്ല സൂപ്പർ ഒരു ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ കണ്ണൂർ എന്ന അവരുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. കുറേ 10-12 വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ചെന്നപ്പം വീട്ടിൽ ഓടി നടന്ന് 2 പേരും. സുറുമിയാണ് വൈഫ്, സുറുമിയും അതാണ് കേട്ടോ സുറുമി. അപ്പം എന്നെ വീഡിയോ എടുക്കലേ വേണ്ട എന്നാണ് ആൾ പറയുന്നത്. ആൾ എന്നെ പ്രിപ്പയർ ചെയ്ത് സുറുമി ഉണ്ടാക്കിയ മട്ടൺ മന്തിയും അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ സാലഡ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ സാലഡ്, ഗ്രീൻ സാലഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ മന്തിയുടെ സൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്താണ് നമ്മളുടെ മയണൈസും കാര്യങ്ങളൊക്കെ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവരാണ് കണ്ണൂരിൽ നിന്ന് അവിടെ വന്ന ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ അവരെയും പരിചയപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് വളരെ റിലാക്സ്ഡായി സമാധാനത്തിൽ ഞങ്ങൾ ഹരിയണ്ണം കൊണ്ടുവന്ന് ഞങ്ങളെ
സ്റ്റേഷനിലേക്ക്, കൊല്ലം സ്റ്റേഷനിലേക്ക് നമ്മൾ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു കേട്ടോ. നല്ലതായിട്ട് ഉറക്കം വന്നു. എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നായി. കാരണം മാത്രമല്ല ഞാൻ രാവിലെ 3 മണിയായപ്പോൾ എഴുന്നേറ്റതാണ്, പോരണമല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി 3 മണിയായപ്പോൾ എഴുന്നേറ്റതുമായിരുന്നു. അപ്പം നല്ലതായിട്ട് എനിക്ക് ഉറക്കമുണ്ടായിരുന്നു, ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഹരിയാണ് ഞങ്ങളെ വളരെ സേഫായിട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. ഞങ്ങൾക്കിനി 3:45 ട്രെയിൻ. അപ്പം ശരിക്കും 3:15 വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടിനും കൂടി ലിഫ്റ്റിൽ കയറി നിന്നിട്ട് എന്താണെന്ന് പറയണേ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് എടുക്കുന്നതാണ് ഈ കണ്ടത്. പിന്നെയാണ് ഓർത്തത് അയ്യോ അല്ല, വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് വരെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ എത്ര വരെ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ അവിടെ വന്നിരുന്നു. തൊട്ട് മുന്നേ കിടക്കുന്ന ഭയങ്കര ചൂടായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ ഇവിടെ AC കോച്ച് അവിടെ കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ദൈവമേ അത് തുറന്ന് കിടന്നിരുന്നെങ്കിൽ അതിനകത്ത് കിടന്ന് ഉറങ്ങായിരുന്നു, അത്രക്കും ക്ഷീണമായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി വന്നു കേട്ടോ, ജനശതാബ്ദി നല്ല കിടിലനാക്കിയിട്ടുണ്ട്, പുതിയ കോച്ചാണ്. അപ്പോൾ അങ്ങനെ കയറി ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്കിന്ന് വല്ലാതെ എൻ്റെ കാലിന് അന്ന് പണ്ട് DVT വന്നില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് കാലൊക്കെ തിരുമ്മി തന്നു കേട്ടോ. ഇത് ജനശതാബ്ദിയിലെ ടോയ്ലറ്റൊക്കെ നല്ല ക്ലീനാണ്, നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്. അതുപോലെ വാഷ് ബേസിനും എല്ലാം നല്ല ക്ലീനാണ്, പുതിയതാണ്. ഇവിടെ ഒപ്പം പറയണ്ടായിരുന്നു ആ ഒരു ഫ്ലഷ് ആ സ്വിച്ച് ഇത് ചെയ്തില്ലേ, അതിനകത്തുനിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അല്ലാതെ വേറെ എന്തോ ചെയ്തിട്ടാണ് വെള്ളം വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വാഷ്റൂമിൽ പോയില്ല. അപ്പം എന്തായാലും ഒപ്പി പറഞ്ഞു നല്ല ക്ലീനാണ്, നമുക്ക് കാണാൻ അറിയാലോ. മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ജനശതാബ്ദി നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല പുതിയ കോച്ചാണ്, പെയിൻറ്റും എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, സീറ്റൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിററൊക്കെ നല്ല സൂപ്പർ. നമ്മൾ പോരുന്നതിനിടയിലും, അതായത് വണ്ടി ഓടുമ്പോൾ തന്നെ ഇവരുടെ ക്ലീനിങ് ടീം വന്ന് വണ്ടി ഇടയ്ക്ക് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷം അവർ അതിൻ്റെ ഒരു നമ്മളോട് ഒരു റിവ്യൂ ചോദിച്ചുകൊണ്ട് ആ ഫോമുമായിട്ട് വന്നിട്ട് എല്ലാവരുടെയും കൈ തന്നു. എല്ലാവരും കൊണ്ടുപോയി അത് ഫില്ല് ചെയ്യിച്ച് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഫില്ല് ചെയ്ത് കൊടുത്തേ, നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മളെത്തി, ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിട്ട് നോർത്തിലാണ് എത്തിയതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്തിൽ നിന്ന് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത് രാവിലെ സൗത്തിലല്ലേ, അപ്പോൾ സൗത്തിലോട്ട് പോകണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നോർത്തിൽ നിന്ന് നമ്മൾ മെട്രോ കയറിയിട്ടാണ് കേട്ടോ പോണേ. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്നു, ബാഗൊക്കെ സ്കാനറിൽ വെച്ചു. അപ്പം സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് സൗത്തിലേക്കുള്ള മെട്രോ ട്രെയിൻ വരുന്നത്. അപ്പം ഞങ്ങൾ വേഗം മുകളിലേക്ക് കയറണമല്ലോ. അങ്ങനെ എസ്കലേറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. മുകളിൽ കയറി അവിടെ വന്നിട്ട് മെട്രോന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. വലിയ അത്ര നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, അപ്പോഴേക്കും തന്നെ അനൗൺസ് ചെയ്തു ട്രെയിൻ വന്നു. അങ്ങനെ മെട്രോയിൽ കയറി. നല്ല തിരക്കായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് സീറ്റൊക്കെ കിട്ടി പോരാൻ പറ്റുമെന്ന്, പക്ഷേ ഇരിക്കാനൊന്നും പറ്റിയില്ല. എന്നാലും നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ഞങ്ങളുടെ നേരെയുള്ള ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, റെയിൽവേ ഗേറ്റ്, അത് അടഞ്ഞു കിടക്കണമെന്ന് വെച്ചാൽ അത് തുറക്കാൻ പറ്റണില്ല ട്രെയിൻ പോയി കഴിഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞങ്ങള് ചുറ്റിക്കറങ്ങി അങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടുപിടിച്ചേക്കുന്നോണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വഴി അറിയാവുന്നില്ല. എത്തിയേനെ. എന്തായാലും പോയി നല്ലതായിട്ട് എടുത്തു വരാൻ വന്നു ഞങ്ങള്. യാത്ര ഇങ്ങോട്ട് വന്നപ്പോ ഇത്തിരി ചൂടുണ്ടായിരുന്നല്ലോ, കാരണം ഉച്ച നേരത്തെ എടുക്കുന്ന ട്രെയിൻ അല്ലേ, അതുകൊണ്ട് ഒരു ചൂടുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങളെത്തി. അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ സജഷൻസും കമന്റ്സ് ഒക്കെ പറയണം. അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരാം. അതുവരേക്കും ബൈ.